ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴവും അവിലും കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അധികം എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ നല്ലൊരു പലഹാരമാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ നല്ല പോലെ പഴുത്ത 3 നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഈ അവിൽ നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മട്ടയരിയുടെ നേർത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം. കുറച്ച് കട്ടിയുള്ള അവലായാലോ വെള്ള അവലായാലോ കുഴപ്പമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അവിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴം തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് മിക്സ് ചെയ്യാനും ഉടച്ചെടുക്കാനും ഒക്കെ വളരെ എളുപ്പം കിട്ടുക. അധികം പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ ഒന്ന് തവിയോ സ്പാച്ചിലയോ വെച്ചിട്ട് ഉടച്ചെടുക്കണം. ഇപ്പോൾ നല്ല പോലെ പഴം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അരക്കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇനി തേങ്ങയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴവുമായിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴം എടുത്തതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി അധികം പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് അമക്കി പ്രസ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയും പഴവും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ശർക്കര പാനിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ ശർക്കരയിലോട്ട് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ശർക്കര ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആ ശർക്കര ഒന്ന് അലിഞ്ഞ് ഒന്ന് മെൽറ്റായി ചെറിയൊരു നനവോടുകൂടി പഴവുമായിട്ട് മിക്സായിട്ട് വരും. ഇപ്പോൾ ശർക്കര മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവിൽ മിക്സഡ് ജാറിലൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് തീ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിൽ ചേർത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഫ്ലെയിം ഓൺ ആക്കിയാൽ അവിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ചേർത്തിട്ടില്ല. ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുള്ള മിക്സാണ് നമുക്ക് വേണ്ടിയത്. ഇപ്പോൾ നമ്മുടെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് മിക്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ആ കൂട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇഷ്ടമുള്ളവർ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഭയങ്കര തിക്കല്ല, നമ്മൾ ദോശമാവിനും അല്ലെങ്കിൽ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ബാറ്ററായിരിക്കണം റെഡിയാക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നല്ലൊരു തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ പകുതിയോളം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒരു വിസ്കോ തവിയോ വെച്ചിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്ത് ഇത് നല്ല ബാറ്റർ നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തവി കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കോരി ഒഴിക്കാവുന്ന പാകത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കൂട്ടിവിടെ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ടാകും. കയ്യിലോട്ട് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇതുപോലെ ആ കൂട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് വെക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒത്തിരി അങ്ങ് പരന്ന് കിടന്നാൽ പെട്ടെന്ന് തണുത്ത് പോകും. തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതതിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലൊന്ന് എല്ലാം കൂടി ഒന്നിച്ചൊരു ബോളാക്കി വെച്ചാൽ മതിയാകും. ഇനി അതിൽ നിന്നും കുറച്ച് മാത്രം എടുത്തിട്ട് ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിലൊട്ടുന്നെന്ന് തോന്നിയാൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ചെറിയ ഓരോരോ ബോൾസാക്കി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ ബോൾസാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം.
ഇപ്പം ഞാൻ ദാ ഇതുപോലെ മുഴുവനും ഒന്ന് ഉരുട്ടിക്കൊണ്ട് വരാം. നല്ല ഫൈനായിട്ട് ഉരുട്ടിയെടുക്കണമെന്നൊന്നുമില്ല, ചെറിയ കുറച്ചൊന്ന് തടിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ദാ മുഴുവനും ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ദാ ഇവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ മാത്രം ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നീട് ആവശ്യം വരത്തില്ല. അതിനുശേഷം ഓരോ കുഴിയിലോട്ടും കുഴിയുടെ പകുതി നിറയാൻ പാകത്തിന് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിതുപോലെ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ബോൾസ് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ വെന്ത് പോകാതെ ശ്രദ്ധിക്കണം, കാരണം മാവ് വെന്ത് പോയാൽ ഈ ബോൾസ് അതിലോട്ട് ഡിപ്പായി പോകത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പകുതി മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതിനുള്ളിലോട്ട് ഇതുപോലെ ബോൾസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 2-3 കുഴിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ബോൾസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 കുഴിയിൽ ഒഴിച്ച് ബോൾസ് അങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ എല്ലാ കുഴിയിലും ഞാൻ ബാറ്റർ ഒഴിച്ച് ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് ദാ ഇതുപോലെ ചെറിയൊരു ലെയർ, ഒരു നേർത്ത ലെയറായിട്ട് ബാറ്റർ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ വെച്ച് കൊടുത്ത ആ ബോളൊന്ന് കവർ ചെയ്യാൻ പാകത്തിന് മാത്രം ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒരു തിൻ ലെയറായിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാത്തിനും മുകളിൽ ഞാൻ അതുപോലെ ഒരു തിൻ ലെയറായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും ദാ ഇത് മുകൾ ഭാഗം ഇതുപോലൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ വരും. നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടുന്നതാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല. ഞാൻ ഫസ്റ്റ് യൂസിന് മാത്രം ഒരിത്തിരി എണ്ണയൊന്ന് തടവി കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയമൊക്കെ മതിയാകും അതിൻ്റെ മറുസൈഡൊന്ന് വെന്ത് കിട്ടാനായിട്ട്. കാരണം നമ്മൾ തിൻ ലെയറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി സമയം വെച്ചിരുന്നാൽ ആ ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും തിരിച്ചിടാം. ഇപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള ഫില്ലിങ്ങോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ മുട്ട വെച്ചിട്ട് കുറച്ച് എരിവുള്ള ഒരു സ്നാക്കും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. ഇപ്പം ഞാൻ ദാ മുഴുവനും ആ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് നമ്മളിടുമ്പോൾ നമ്മളിതിലോട്ട് ഒട്ടും എണ്ണയൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കുഴിയുടെ പകുതിയോളം ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ബോൾസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ദാ മുഴുവനും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ഉൾഭാഗത്ത് നല്ല ഫില്ലിങ്ങോട് കൂടി നല്ല മധുരത്തോടു കൂടിയുള്ള ഒരു ഫില്ലിങ്ങും ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി പലഹാരം എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്